നോർമലി ലൈറ്റ് ആയിട്ട് അതിന്റെ കോൺസെപ്റ്റ് കുറച്ചൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ ഗസ്, ഇവിടെ പോകണം എഡിറ്റ് HTML. ഓക്കെ, ഇതിനെ ജസ്റ്റ് നിങ്ങൾ ഒരു നിമിഷം നിർത്തി വീഡിയോയിൽ നിർത്തി നോക്കുക. ടൈറ്റിൽ നിങ്ങൾ കണ്ണിൽ കാണുന്നുണ്ടോ? കാരണം നമ്മൾ ടൈറ്റിലൊക്കെ നേരത്തെ നോക്കിയതാണ്. ജസ്റ്റ് ഒന്ന് നിർത്തി നോക്കുക, ടൈറ്റിൽ കാണുന്നുണ്ടോ കണ്ണിൽ? കാണും. ഇതായിരിക്കുന്നു അതിന്റെ ടൈറ്റിൽ. ഓക്കെ, സോ ഇതായിരിക്കുന്നു ഇതിന്റെ ടൈറ്റിൽ. സോ ഈ ടൈറ്റിൽ നിങ്ങളിവിടെ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ബ്ലോഗ്സ് തന്നെ അവർക്ക് കോഡിങ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏതാണ് ഒരു പോസ്റ്റിന്റെ ടൈറ്റിലായിട്ടിരുന്നോ അത് ആ പോസ്റ്റിന്റെ ടൈറ്റിലായിട്ട് ഓട്ടോമാറ്റിക്കലി എടുത്തോളൂ. അതുപോലെ വെബ്സൈറ്റിന്റെ ടൈറ്റിൽ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തന്നു. ആ വെബ്സൈറ്റ് ടൈറ്റിൽ കൊടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ ടൈറ്റിലായിട്ട് എടുത്തോളൂ. സോ ടൈറ്റിൽ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ മെറ്റാ ടാഗ് നമ്മൾ നോക്കി, മെറ്റാ ടാഗ് ഡിസ്ക്രിപ്ഷൻ നോക്കി. ഈ മെറ്റാ ടാഗ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ എവിടെയാണ് കൊടുക്കുന്നത് പറയുന്നത്? ടൈറ്റിലിന്റെ താഴെ അല്ലെ, ടൈറ്റിലിന്റെ താഴെ ഇവിടെ കൊടുക്കണം മെറ്റാ ഡിസ്ക്രിപ്ഷൻ. അതുപോലെ നമുക്ക് ഇനിയിപ്പോ ഇതിന്റെ പേജസ്, നമുക്ക് ഓരോ പേജസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പേജസ് നമുക്ക് എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്തോളാം. സോ നമുക്ക് ആവശ്യപ്പെട്ടതുപോലെ മലയാളത്തിൽ മാറ്റങ്ങൾ മലയാളത്തിൽ മാറ്റിവിടാം അല്ലെ. മലയാളത്തിൽ നമുക്ക് ഗൂഗിളിൽ ചെന്ന് തന്നെ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ നിങ്ങൾ. സോ മലയാളത്തിലാണ് നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ തന്നെ കൊടുത്തോളാം. ഇപ്പൊ ഇവിടെ ജസ്റ്റ് ഇതിന്റെ ഈ ഹോം എവിടെയാണ് ഇരിക്കുന്നതെന്ന് നമ്മൾ നോക്കാം. ജസ്റ്റ് Ctrl+F കൊടുത്ത് we are asking so business. Okay, BUSINESS business. സോ ഇതാ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ബിസിനസ് ഇതായിരിക്കാം. ഓക്കെ, അതുപോലെ ഹോം ഇതായിരിക്കാം. ഓക്കെ, ഇപ്പൊ ഈ ഹോമിനെ ഞാൻ മാറ്റി ഇൻഡെക്സിന് കൊടുക്കാം. ഇൻഡെക്സ് ഹോമിനെ മാറ്റി ഇൻഡെക്സിന് കൊടുത്തിട്ട് ജസ്റ്റ് ഇതിനെ സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ ഇപ്പൊ റീഫ്രഷ് ചെയ്ത് നോക്കാം. നമുക്കറിയാം ഈ ഹോം ഇപ്പൊ ഇൻഡെക്സ് ആയിട്ട് മാറിയത് കാണാൻ പറ്റും നമുക്ക്. അതുപോലെ വേറെ നമുക്ക് ജസ്റ്റ് അതുപോലെ ഈ ബിസിനസിന്റെ താഴെ ഈ അണ്ടർലൈൻ ആണ്. ഈ എന്ന് പറഞ്ഞ അണ്ടർലൈൻ ആണ്. ഈ പറഞ്ഞത് ലൈൻ ആണ്. മീൻസ് ഈ ബിസിനസിന്റെ താഴെ അണ്ടർലൈൻ കൊടുത്ത് ഇന്നും 3 മെനൂസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്കിപ്പോ അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് ഈ അണ്ടർലൈൻ ഈ ചിൽഡ്രൻ മെനു ഉണ്ടല്ലോ, ഇതിനെ ജസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്താൽ മതി. ജസ്റ്റ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി പോകും എന്താണെന്നുള്ളത്. ജസ്റ്റ് സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് ഇതിന് നമ്മളിപ്പോ റീഫ്രഷ് ചെയ്ത് നോക്കിയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിന്റെ താഴെ ഒന്നുമില്ല, നമ്മൾ ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ ഓരോ മെനൂസ് ആയിട്ട് മാറ്റാം. അതൊരു ബ്ലോഗ്സ് നിങ്ങൾക്ക് വിചാരിക്കുന്നത് പോലെ നിങ്ങൾ ഫുൾ SEO മൈൻഡിനെ യൂസ് ചെയ്ത് നിങ്ങൾ ഒരു ബ്ലോഗ്സ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ ആവശ്യമുള്ള പ്രോഡക്റ്റ്, എന്നിട്ട് അതിനെ ഒരു 10 to 15 days വെയിറ്റ് ചെയ്ത് നോക്കിയാൽ ഗൂഗിൾ എങ്ങനെയാണ് റെസ്പോൺസ് കൊടുക്കുന്നത്. ഇത് മസ്റ്റായിട്ട് ഇഫ് യു വാണ്ട് ടു പ്രാക്ടീസ് SEO, ഇത് നിങ്ങൾ മസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. സപ്പോസ് പ്രൊഫഷണൽ ഇഫ് യു വാണ്ട് ടു ഗോ എനി കമ്പനി, ഇഫ് യു വാണ്ട് ടു വർക്ക് ആസ് എ SEO സ്പെഷ്യലിസ്റ്റ്, ഒരു കമ്പനിയിൽ പോയാൽ അവർ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ ബ്ലോഗ്സ് ഉണ്ടോ, നിങ്ങൾ ഏത് ബ്ലോഗ്സ് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ ചാനൽ എഴുതുന്നുണ്ടോ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻബൗണ്ട് ലിങ്ക്സ് ആൻഡ് ഔട്ട്ബൗണ്ട് ലിങ്ക്സിനെ കുറിച്ചാണ്. ഓൺലൈൻ SEO ആൻഡ് ഓഫ്ലൈൻ SEO. ഇത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.